ഹലോ മൈ ഡിയേഴ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രണ്ട് തരം ഊർജ്ജങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന മസ്കുലിൻ എനർജി, അതായത് ശിവ എനർജി. മറ്റൊന്ന് കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഫെമിനിൻ എനർജി, ശക്തി എന്ന് പറയും. ഇവയെ ബാലൻസ്ഡ് ആക്കുമ്പോഴാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഹാർമോണിയസ് യൂണിയൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ ഈ രണ്ട് എനർജീസും ബാലൻസ്ഡ് ആയിട്ടുണ്ടോ, ഹാർമോണിയസ് യൂണിയൻ സംഭവിക്കാനുള്ള സമയം ആഗതമായിട്ടുണ്ടോ, അഥവാ നിങ്ങൾ ഈ എനർജി ബാലൻസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് DMDF എനർജീസ് ബാലൻസ് ആക്കാൻ സഹായകമാകുന്ന ഒരു മെഡിറ്റേഷൻ കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിയേഴ്സ്, ആദ്യത്തെ ലക്ഷണമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. പഴയതുപോലെ DM മെസ്സേജ് അയക്കാത്തതിലോ അവരവഗണിക്കുന്നതിലോ നിങ്ങൾക്ക് വലിയൊരു സങ്കടമോ അല്ലെങ്കിൽ പാനിക് ആയിട്ടുള്ള അവസ്ഥയോ ഒന്നും തോന്നാതിരിക്കുന്നത് ഒരു DMDF ബാലൻസിന്റെ ലക്ഷണമാണ്. അവർ വന്നാലും ഇല്ലെങ്കിലും ഞാൻ സമാധാനത്തിലാണ് എന്നുള്ളൊരു ഉറച്ച തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഇത് ഡിറ്റാച്ച്മെന്റിന്റെ ഉയർന്ന തലമാണ്. നെക്സ്റ്റ് ആയിട്ട് പറയാവുന്ന ലക്ഷണമാണ് ചേസിംഗ് പൂർണ്ണമായും നിലയ്ക്കുന്നു എന്നുള്ളത്. DMനെ വിളിക്കാനോ സോഷ്യൽ മീഡിയയിൽ പരതാനോ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള ഒരു ക്ഷമയില്ലാത്ത ആഗ്രഹം ഇല്ലാതാകുന്നു. നിങ്ങളുടെ എനർജി അവരുടെ പുറകെ പോകാതെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നു. നിങ്ങളുടെ കരിയറിലും മറ്റു ഹോബികളിലും ഗാർഡനിങ്ങിലും ഒക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ തേർഡായിട്ട് പറയാനുള്ള ഒരു ലക്ഷണമാണ് ആക്ഷനും സറണ്ടറും ഒരുപോലെ വരുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള മസ്കുലിൻ എനർജി നിങ്ങളെ ജോലി ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണോ അത് ചെയ്യാനും നല്ല രീതിയിൽ പ്രേരണ നൽകുന്നത് കൂടാതെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി അതിന്റെ ഒരു ഫലത്തെക്കുറിച്ച്, അതായത് ഈ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് ആങ്സൈറ്റി കൊടുക്കാതെ തന്നെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു. സറണ്ടറിനെ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതായത് ഞാൻ എൻ്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യും, അതിന്റെ ഫലം എന്നുള്ളത് അതിന്റെ മേലെ നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ടാകുന്നില്ല, അത് പ്രപഞ്ചത്തിന്റെ കൈകളിലാണ് എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യുന്ന ഒരു മോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മടിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ ഫലം എപ്പോൾ ലഭിക്കണം അങ്ങനെ ഒരു ടൈം വെച്ചിട്ടൊന്നും വാശി പിടിക്കാത്തൊരവസ്ഥ. നെക്സ്റ്റ് ആയിട്ട് പറയാവുന്ന ഒരു ലക്ഷണമാണ് മിററിംഗ് പോസിറ്റീവ് ആകുന്നു എന്നുള്ളത്. നിങ്ങൾ ഉള്ളിൽ ബാലൻസ് ആകുമ്പോൾ പുറമെ DMന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാം. അവർ കൂടുതലായിട്ട് ഉത്തരവാദിത്തം കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. കാർമിക ട്രിഗറുകൾ ഉണ്ടായാലും DM അത് സ്വയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചില സമയത്ത് കോണ്ടാക്ട്സിൽ ഇല്ലാത്ത DM ഇങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ കോണ്ടാക്ട്സിൽ ഇല്ലാത്ത DMന്റെ കേസിലാണെങ്കിൽ മിക്കവാറും ഡിവൈൻ ഫെമിനിന് ഈ ലക്ഷണങ്ങളൊക്കെ ടെലിപ്പതിയിലൂടെയും ആസ്ട്രൽ ഡ്രീംസിലൂടെയൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. കൃത്യമായിട്ട് കൺവേ ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം മറ്റ് പല സിഗ്നലിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയാവുന്നതും ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് ടെലിപ്പതിയും സ്വപ്നങ്ങളും ഒക്കെ വളരെയധികം വർദ്ധിക്കും എന്നുള്ളത്. അപ്പൊ അവരുടെ സങ്കടവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ പ്രതിഫലിച്ചു കാണും. പക്ഷെ അത് നിങ്ങളെ തളർത്തുകയില്ല. പകരം അവർക്ക് വേണ്ടി പ്രയാസത്തിലാണ് എന്നുള്ളത് അവരുടെ എനർജിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആറാമതായി പറയാവുന്ന ഒരു ലക്ഷണമാണ് ഫീലിംഗ് ഓഫ് ഹോൾനെസ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ DMDF ബാലൻസ്ഡ് അല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ എൻ്റെ ഒരു പകുതി ഭാഗം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലായിരിക്കും ഉണ്ടാകുക. പകരം ഞാൻ പൂർണ്ണയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഒരു ശൂന്യത അല്ലെ ഒഴിവുള്ളൊരു ഭാഗം, പകുതി ഭാഗം നികത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം പങ്കുവെക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഈ DMDF എനർജി ബാലൻസ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനും മറ്റു ലൈഫ് റുട്ടീൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് ഈ ഒരു ജേർണിയിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ലോ ഓഫ് പൊളാരിറ്റി പ്രകാരം ട്വിൻ ഫ്ലെയിമുകൾ ഒരു കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ പോലെയാണ്. അപ്പൊ ഒരാൾ മാത്രം അമിതമായിട്ട് ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് DF അമിതമായിട്ട് ചേസിംഗ് മോഡിലായാലും മറ്റേ ആൾ സ്വാഭാവികമായിട്ടും അകന്നു പോകും. അപ്പൊ നിങ്ങൾ ഉള്ളിൽ ബാലൻസ്ഡ് ആകുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിങ്ങളെ ഒരു മിറർ എന്ന പോലെ ഒന്നിലേക്ക് അടുപ്പിക്കുന്നത്.
ഇപ്പൊ ചേസർ എന്ന അവസ്ഥയിലുള്ള നിന്നുള്ള ഒരു മോചനം, അതായത് റണ്ണർ ചേസർ ഡൈനാമിക് നിർത്തിക്കൊണ്ട് അമിതമായിട്ടുള്ള ഒരു ഇമോഷണൽ, എപ്പോഴും മറ്റയാളെ കുറിച്ച് ചിന്തിക്കുക, പേടി, ഒരു ഇൻസെക്യൂരിറ്റി, ഇതൊക്കെയാണ് എന്താണ് ചേസിങ് എനർജിയുടെ ഒരു എഫക്റ്റീവ് ഫലം എന്ന് പറയുന്നത്. അപ്പൊ അമിതമായിട്ടുള്ള DM എനർജി ഉണ്ടായാല് എന്താണ് ഭയങ്കരമായിട്ട് മനസ്സ് സ്ട്രോങ് ആയിരിക്കും, കഠിനമായ മനസ്സ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ കല്ലായിരിക്കും. ഇമോഷണലി ഒന്നും പ്രകടിപ്പിക്കാതിരിക്കുക, നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവ രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നീഡി അല്ലാത്ത സ്വയം പൂർണ്ണതയുള്ള ഒരാളായി മാറുന്നത്. അപ്പോഴാണ് DM ഓടിപ്പോകുന്നത് നിർത്തി നിങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഈ DMDF എനർജി ബാലൻസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ആത്മീയശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ ഹാർമോണിയസ് യൂണിയൻ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ പുരുഷ ഊർജ്ജങ്ങൾ, ശിവനും ശക്തിയും ഒന്നിക്കുമ്പോഴാണ് ഇന്നർ യൂണിയൻ പൂർത്തിയാകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ പുറത്ത് DMുമായിട്ട് സമാധാനത്തിലാകാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. ഉള്ളിൽ സമാധാനമാകുമ്പോൾ പുറത്തുള്ള യൂണിയനും താനേ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ 7 ചക്രാസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിലും ഇട എന്ന ഫെമിനിൻ, പിങ്കള എന്ന മസ്കുലിൻ, ഈ 2 നാഡികളും സുഷുമ്ന നാഡിയിൽ വന്ന് സംഗമിക്കണം. ഈ ഒരു ബാലൻസിങ് നടന്നാൽ മാത്രമേ കുണ്ടലിനി ശക്തി ഉണരുകയും നിങ്ങൾ ആത്മീയമായിട്ട് ഉയർന്ന തലത്തിലേക്ക് 5Dയിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സോൾ മിഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാനും വേണ്ടിയിട്ട്, അതായത് ട്വിൻ ഫ്ലെയിമുകൾ ഒന്നിക്കുന്നത് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം, DF എനർജി, അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി, അതായത് DM എനർജി, ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറകുകളും ഒരേപോലെ ശക്തമായിരിക്കണം. ഇടത് ചിറക് അതായത് DF സ്നേഹമാണെങ്കിൽ വലതു ചിറക് അതായത് DM കരുത്താണ്. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പക്ഷിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന പക്ഷിയെ ഉയരത്തിലെത്തിക്കാൻ ഈ 2 ഊർജങ്ങളും തുല്യമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ എനർജി ബാലൻസ്ഡ് ആക്കേണ്ടതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്നുള്ളത്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ DMDF എനർജി ബാലൻസ്ഡ് ആക്കാൻ സഹായിക്കുന്ന ചെറിയൊരു മെഡിറ്റേഷൻ കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്, അതുകൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരിക്കുക. അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ കണ്ണടച്ചുകൊണ്ട്, ലൈറ്റ് അധികം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഏറ്റവും നല്ലത്. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. Breathe in, breathe out, breathe in, breathe out. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം ഒരു തൂവൽ പോലെ ഭാരം കുറയുന്നത് അനുഭവിക്കൂ. നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഒരു സ്വർണ്ണ പ്രകാശം ശരീരത്തിലുടനീളം വ്യാപിക്കുന്നു. ഒരു സ്വർണ്ണ പ്രകാശം പാദങ്ങളുടെ മുകളിൽ നിന്നും ശരീരമാകെ വ്യാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുവശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ മനോഹരമായ ഒരു വെള്ളി നിറത്തിലുള്ള പ്രകാശം ഉദിച്ചുയരുന്നത് സങ്കല്പിക്കുക. ഉദിച്ചുയരുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുവശത്ത് വളരെ മനോഹരമായ ഒരു വെള്ളി നിറത്തിലുള്ള പ്രകാശം ഉദിച്ചുയരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡിറ്റാച്ച്മെന്റ്, സ്നേഹം, സഹനം, സർഗാത്മകത എന്നിവയുടെ കേന്ദ്രം. ഈ വെള്ളിപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പടരുന്നത് അനുഭവിക്കൂ.
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പടരുന്നത് അനുഭവിക്കൂ. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയാണ്. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയാണ്. ഞാൻ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു. ആ ഒരു ആനന്ദ ലഹരിയിൽ കുറച്ച് സെക്കൻഡുകൾ നിങ്ങൾ മുഴുകിയിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വലതുവശത്ത് ശ്രദ്ധിക്കുക. അവിടെ ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പ്രകാശം, ഗോൾഡൻ ലൈറ്റ് ജ്വലിക്കുന്നത് കാണുക. ഇതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം, കർമ്മശേഷി, സംരക്ഷണം എന്നിവയുടെ കേന്ദ്രം. ആത്മവിശ്വാസം, കർമ്മശേഷി, സംരക്ഷണം എന്നിവയുടെ കേന്ദ്രം. ഈ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ആത്മാവിന് കരുത്തു നൽകുന്നു. പറയുക, ഞാൻ ശക്തയാണ്. എനിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഞാൻ ശക്തയാണ്. എനിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഈ ഒരു ആനന്ദലഹരിയിൽ കുറച്ച് സെക്കൻഡുകൾ മുഴുകിയിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പിൽ ശ്രദ്ധിക്കുക. ഇടത്തുനിന്നുള്ള വെള്ളിപ്രകാശവും വലത്തുനിന്നുള്ള സ്വർണ്ണ പ്രകാശവും നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഒന്നായി മാറുന്നു. ഇവ രണ്ടും ചേർന്ന് ഒരു ദിവ്യമായ വെളുത്ത പ്രകാശമായി മാറുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ശിവനും ശക്തിയും ഇപ്പോൾ പൂർണ്ണമായി ഒന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണയാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണയാണ്. ഈ ബാലൻസ്ഡ് ആയ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഓർക്കുക. നിങ്ങളുള്ളിൽ ബാലൻസ് ആയപ്പോൾ നിങ്ങളുടെ മറുവശമായ അവരും ബാലൻസ് ആകുന്നത് കാണുക. വാക്കുകളില്ലാത്ത ആത്മീയമായ ഒരു ആലിംഗനം, സോൾ ഹഗ് അനുഭവിക്കൂ. നിശബ്ദതയിലും നിങ്ങൾ ഒന്നാണെന്ന് തിരിച്ചറിയുക. സാവധാനം ഈ പ്രകാശത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ബിന്ദുവായി സൂക്ഷിക്കുക. നിങ്ങളുടെ ശാരീരിക ബോധത്തിലേക്ക് മെല്ലെ മടങ്ങി വരിക. കൈകൾ മെല്ലെ ചലിപ്പിക്കുക. ഉള്ളം കൈകൾ തമ്മിൽ ഉരസി കണ്ണുകളിൽ വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ ഇനി പറയുന്നവയാണ്. നിങ്ങളുടെ ജേണിയിൽ എന്തെങ്കിലും ബ്ലോക്കുകളോ പ്രശ്നങ്ങളോ ലൂപ്പിൽ കുടുങ്ങിക്കിടക്കുകയോ ആണെങ്കിൽ തീർച്ചയായും ഞാനുമായി ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ആകാശിക് റെക്കോർഡ്സ് റീഡിങ്ങിനായും സൈക്കോളജിയും ആത്മീയ ശാസ്ത്രവും ഒത്തിണങ്ങിക്കൊണ്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ഇന്നർ വർക്ക് മാസ്റ്ററി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായും ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്